ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയാണ്. നമ്മൾ ഈ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളരിക്കായും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിനി ഈ ഒരു കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൺചട്ടിയിലോ അതല്ല കുക്കറിൽ വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5-6 കൊച്ചുള്ളി, കറിവേപ്പില, ഒരു പച്ചമുളക്, ഇത്രയും നന്നായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. തേങ്ങ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കത്തില്ലേ, അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ അരപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ മോരുകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും. ഇനിയിപ്പം നന്നായിട്ട് ചെറിയൊരു പത പോലെ തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി. ഒരുപാടിട്ട് തിളപ്പിച്ചാൽ തേങ്ങ അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ കുറേ സമയത്ത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത്രയും മതി. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ ആ തൈര് അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്, കുറച്ചുകൂടി ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല പുളിയുള്ള തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല ഒത്തിരി പുളി വേണ്ട എന്നുള്ളവർക്ക് പുളി കുറഞ്ഞ തൈരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇനി താളിച്ചൊഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലേക്ക് കൊച്ചുള്ളി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ഒഴിച്ചു കറിക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഇത് ഇളക്കത്തില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം വേണം ഇത് ഇളക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കാത്തവർ ആരെങ്കിലുമൊക്കെ കാണും, അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ വെള്ളരിക്കായിട്ട് മോര് കാച്ചുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒരാഴ്ചത്തേക്ക് പ്രത്യേകിച്ച് ഒഴിച്ചുകറി ഒന്നും ഉണ്ടാക്കണ്ട. ഈ വെള്ളരിക്കായ്ക്ക് പകരം കുമ്പളങ്ങ ചേർത്തും ഉണ്ടാക്കും. രണ്ടും ഒരുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ വെള്ളരിക്കായും കുമ്പളങ്ങയും ആണെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്